يا حضرة سيدنا مصطفى محمد صلى الله عليه وسلم البصري رضي الله تعالى عنه وشيخنا وسندنا أستاذنا المصنف في هذا الكتاب شيخ عثمان فريد العطار النيسابوري رضي الله عنه أستاذنا السيد علي بن أستاذ رضي الله عنه شيخنا بحر العلوم أستاذ الأساتذة جميع من اندفعنا بعلومهم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. من حكي أن رجلا في زمان ഹസൻ ബസ്രി തങ്ങളുടെ കാലഘട്ടത്തിലൊരാൾ കാനലവ് ഓർക്കുണ്ടായിരുന്നു ഫർസും കുതിരയുണ്ടായിരുന്നു. അത് കറുബമിനല്ലാക്കി കുതിര നശിക്കാൻ അടുത്തുപോയി. അങ്ങനെ ഫസാറ റജുലു ആജിസൻ മുത്തഹയ്യിറൻ ഫീ ഷൈനി കുതിരയുടെ കാര്യത്തിൽ ഭയങ്കര ഹമ്മായി മൂപ്പർ. പക്ഷേ കുതിരയില്ലാതായി ഇപ്പം എന്ത് ചെയ്യും, നമ്മുടെ കാര്യം പോലും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഈ കുതിരക്കാരൻ ഫദഹബ സാഹിബുൽ ഫർസീൽ ഹസൻ ബസ്രി തങ്ങളിലേക്ക് ചെന്നു. ഈ എല്ലാവരുടെയും അത്താണി അതാണ്. ഈ വലിയ വലിയ മഹാന്മാർ ഓരോ നാട്ടിലുള്ളത് അവിടുത്തെ ജനങ്ങൾക്ക് അത്താണിയാണ്. ഹസൻ ബസ്രി തങ്ങളിലേക്ക് ചെന്നു, തങ്ങളെ എൻ്റെ കുതിര ഇങ്ങനെയൊക്കെ ഇപ്പം എന്താ ചെയ്യാം, അതിനിപ്പോൾ എന്താ കുഴപ്പമില്ല. വശറഹുൽ ഹാല അവസ്ഥയൊക്കെ പറഞ്ഞു. അപ്പം പറഞ്ഞു അതിൻ്റെ കുതിര കൊടുക്കണ്ടോ, പൈസ എന്നേക്കാന്ന് പറഞ്ഞു. ഫസ്തറൽ ഹസനു ദാലിക്കൽ ഫറസം എന്ന് ബിഅർബഅമിയത്തി ദിർഹം. ഏട്ടാ 400 ദിർഹമിന് വാങ്ങും. എന്നിട്ട് വസല്ലമ സമനയിലെ പൈസയും കൊടുത്തു. ലമ്മ ജന്ന അലൈഹിൽ രാത്രിയായപ്പോഴേ ഫി മനാമി ഇയാൾ കാണുന്ന അയാളെ ഉറക്കിൽ ഫർസഹു അയാളെ കുതിരയെ കാണുന്നു. അതിങ്ങനെ മേയുകയാണ്. ഫി മറജിമി മുറൂജിൽ ജന്ന സ്വർഗത്തിന്റെ തോട്ടങ്ങളിൽ കൃഷിസ്ഥലത്ത് ഇങ്ങനെ മേയുക. അപ്പോൾ മഴകു അതിനോടുകൂടെയുണ്ട് അറുപത്തോ മുഹുറത്തിൻ സിമാനിൻ സുഖബി നല്ല വേറെ 4 കുതിരകൾ നിൽക്കും. കാല ലിമൻ ആദാന്ന് വെച്ചു, ഇതാക്കള്ളേന്ന് വെച്ചു. കാലൂർ പറഞ്ഞു അതിൽ ഹസൻ ബസ്രിയാണ്. വലാക്കിൻ കാനത്ത് ലക്ക കബലഹു ബന്ധബഹ ഇത് നിനക്കുള്ളായിരുന്നു ഇതിനു മുമ്പ്. ഇപ്പം ഹസൻ ബസ്രി വാങ്ങിയല്ലോ. ഹസൻ ബസ്രി 400 ദിർഹം കൊടുത്ത് വാങ്ങിയപ്പോൾ അല്ലാഹു തആല അതിന് ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു സ്വർഗത്തിൽ വേറെ 4 കുതിരയും ഈ ഉള്ള കുതിരയ്ക്കാണെങ്കിൽ ഭയങ്കര ആരോഗ്യവും. അത് മഹാന്മാര് ഉൾക്കണ്ണുകൊണ്ട് കണ്ടുകൊണ്ട് അതൊക്കെ വേഗം വാങ്ങിക്കവർ. അങ്ങനെ മിനൽ വദീലൽ ഹസൻ പിറ്റേന്ന് മൂപ്പരവിടെ ചെന്നു. ഹസൻ റളിയല്ലാഹുവിലേക്ക് ചെന്നപ്പം ഫസ്തഖാല മിനുൽ ബയ്യ പിന്നെ ഞാൻ ഇന്നലെ ഒരു കുതിരയെ തന്നല്ലോ, അതിപ്പോൾ എനിക്ക് തിരിച്ചിടണമെന്നൊക്കെ പറഞ്ഞു. വാദഹറ ഫീഹിൻ അദമഹു മൂപ്പര ആ കുതിര തന്നയിൽ ആ ഖേദം പറയും. അപ്പൊ ഹസൻ ബസ്രി പറഞ്ഞു ഇഞ്ചു പൊയ്ക്കോ. വല്ലതീ റായിത്തഹു അന്തൽ ബാരിഹ ഇന്നലെ കണ്ടില്ലേ, ആ കണ്ട ഒട്ടകത്തിന് ഞാൻ കുതിരയും ആ സംഭവമൊക്കെ ഞാൻ മെഞ്ഞാതെ കണ്ടിരിക്കുന്നു, അതാണ് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയെന്ന് പറഞ്ഞു. ഫാന റായിത്തുഹു ബാരിഹത്ത അംശി ഞാനത് കണ്ടിരിക്കണം ഇതിനു മുമ്പ്, അതുകൊണ്ടാണ് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഈ ഫഖ്തമർ റജുലു വറജ ഇയാൾ വേഗം പോയി ആകെ ഒമ്മില്. തുമ്മറ അൽ ഹസന് പിന്നീട് ഹസൻ റളിയല്ലാഹു അൻഹു കാണുകയാണ്. ഈ ലൈലത്തി ഓരോ രാത്രിയില് ഖുറഫൻ വമനാദിറ ആലിയത്തൻ ഫിൽ ജന്ന സ്വർഗത്തിലൊരു മാളികയും ആ മാളികയിലാണെങ്കിൽ നല്ല ലൈറ്റ് ഹൗസും അടിപൊളിയായിട്ട് ഇങ്ങനെ കാണുന്നുണ്ട്. ഫസാല അവ ചോദിച്ചു ലിമൻ ആദി ഇതാർക്കുള്ള. കാലു മലായിക്കത്ത് പറഞ്ഞു ലിമൻ അഖാല ബൈഅ നിങ്ങളോട് കച്ചവടം ചോദിച്ചില്ലേ, നിങ്ങൾ കൊടുക്കുന്നില്ലല്ലോ. അയാൾ നാദിമും അയാളാണ് ഖേദിച്ചു പോയാണ്. അങ്ങനെയാണ്. അപ്പൊ അയാൾ ഖേദമൊക്കെ ഉണ്ടല്ലേ. അപ്പൊ പിന്നെ തിരിച്ചു വെച്ചു. ഫതലബൽ ഹസൻ റളിയല്ലാഹു അൻഹു ഫിൽ യൗമി സാനി ദാലിക റജുല ഫഫസഖ ലഖദ വഖാല അൽ ബൈഅ അങ്ങനെ നടത്തി സംഭവമൊക്കെ അങ്ങ് നടന്നു. അപ്പൊ മഹത്തുക്കളായ സാലിഹീങ്ങൾ ഇങ്ങനെ പലതും കാട്ടും. അവർ പൈസ കൊടുത്ത് മേടിച്ചെങ്കിലും അവർക്ക് പകരം അല്ലാഹു തആല സ്വർഗത്തിൽ കൊടുത്തു. അപ്പൊ സ്വർഗത്തിൽ കൊടുത്തതിനെ പിന്നെ ചെന്ന് വെച്ചപ്പം പിന്നെ കൊടുത്തില്ല. അപ്പൊ പിന്നെ ഹസൻ റളിയല്ലാഹു അൻഹു പിന്നെ വലിയ മാളികയാണ് കാണുന്നത്. ഇതൊക്കെ അള്ളാഹിന്റെ ചില പണികളാണ്.
അപ്പം ഇതാർക്കുള്ള മാളി അത് നിങ്ങൾക്ക് ഇന്നലെ വന്നിട്ട് നിങ്ങൾ കുതിര ചോദിച്ചിട്ട് കൊടുത്തില്ലല്ലോ, തിരിച്ചു ചോദിച്ചിട്ട് കൊടുത്തില്ല, അയാൾക്കുള്ളതെന്ന് പറഞ്ഞു. ഓ അപ്പം അലിയും വലിയ ആളാണ് അയാളും. അപ്പോൾ ഓരും വലിയ ആൾ തന്നെ, ഹസൻ ബസ്രി തങ്ങളും വലിയ ആൾ തന്നെ, ഓരും വലിയ ആൾ തന്നെ. അപ്പം പിന്നെ രണ്ട് വലുതും കൂടെ ഏറ്റുമുട്ടിയപ്പോൾ പിന്നെ എന്ത് ചെയ്തു, കുതിര തിരിച്ചു കൊടുത്തു. അങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. നുഖിലന്നഹു കാന ജീറാനുൽ ഹസൻ മജൂസിയൻ, ഇസ്മു ഷംഊൻ എന്ന് പറഞ്ഞ ആളാണ്. ഷംഊൻ എന്ന് പറയുന്ന ഒരു മജൂസിയായ തീ ആരാധകനായ ഒരാളുണ്ടായിരുന്നു ഹസൻ റളിയല്ലാഹു അയൽവാസിയായിട്ട്. കഥ അബദന്നാറ 70 സന, 70 കൊല്ലം കൊണ്ട് അയാൾ തീയെ ആരാധിച്ചുകൊണ്ടിരിക്കുക. അങ്ങനത്തെ ഒരാൾ ഹസൻ ബസ്രിയുടെ അയൽവാസിയായിട്ടുണ്ട്. അങ്ങനെ ഈ ഹസൻ ബസ്രി തങ്ങളിങ്ങനെ എന്താ ഇയാളെ പറ്റിയൊന്നും പറയുന്നില്ല, ഇങ്ങനെ കാണുന്നുണ്ട് പോകുന്നുണ്ട്, അയാൾക്കും ഇങ്ങനെ അവർ തമ്മിൽ വേറെ വിഷയങ്ങളൊന്നുമില്ല. ഏതായാലും ഈ ചങ്ങായിക്ക് മരണം ഹാജരായി. മനസ്സിലായോ? മരണം ഹാജരായപ്പം ദഅവത്ത് ചെയ്യണമല്ലോ, അയാളെ ഇനി ദീനിലേക്ക് വിളിച്ചു വെക്കാൻ വേണം. അയാൾ വരുന്നെങ്കിൽ വരട്ടെ. അങ്ങനെ ദീനിലേക്ക് വിളിക്കാൻ വേണ്ടി ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു ചെന്നു. ഹസൻ ബസ്രി തങ്ങൾ അയാളിലേക്ക് നില, നീ എന്തായാലും തീയെ ആരാധിച്ചിട്ട് അങ്ങോട്ട് പോയാൽ നരകത്തിൽ കിടക്കും, അതുകൊണ്ട് നീ മുസ്ലിം ആവാനൊക്കെ പറഞ്ഞു. ഉമ്മലമ്മ ഹദറത്തുൽ വഫാത്തു അഖ്ബറുൽ ഹസന, ഹസനിനോട് പറഞ്ഞു, ഹസൻ റളിയല്ലാഹുവിനോട് പറഞ്ഞു, ഹാലി ഞാനിങ്ങനെയൊക്കെയാണ്, എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെയാണ് എന്നൊക്കെ ആളിനെ വിട്ട് പറഞ്ഞാണ്, അല്ലെങ്കിൽ മൂപ്പര് തന്നെ വന്ന് പറഞ്ഞാണ്. ഏതായാലും കാമയിലെ ഈ അങ്ങനെ മഹാനായ ഹസൻ ബസ്രി തങ്ങൾ ചെന്നു. അതാലി ഹഖിൽ മുജാവറ, അയൽബന്ധം അത് കാഫിറായാലും അയൽവാസിയോട് അതിന്റെ മട്ടത്തിൽ നമ്മൾ ചെയ്യണം. അങ്ങനെ നോക്കുമ്പോൾ എന്തായെന്നറിയാം, ഈ ചങ്ങായി പോയി കണ്ടു നോക്കി. ഫറആഹു, ഹസൻ ബസ്രി തങ്ങൾ ഈ ചങ്ങായിയെ കണ്ടു. ഖദ് സുവദ്ദ ളാഹിറുഹു വ ബാത്തിനുഹു, അവന്റെ ഉള്ളും പുറവും എല്ലാം കറുത്ത് കരിവാളിച്ചിരിക്കും. പിന്നെ നോറില്ലത്തി അബദഹ, ആ ചങ്ങായി തീയെ ആരാധിച്ചല്ല, തീയേന്റെ അടുത്ത് പോയി കുത്തിരുന്ന കറുക്കുമല്ലോ പുക കൊണ്ടിട്ട്, ചങ്ങായി ഉള്ളും പുറവും എല്ലാം കറുത്തു. അപ്പൊ കാല ഹസൻ ബസ്രി തങ്ങൾ, ഇടാ ചങ്ങായിയെ, ഖഫ് മിനല്ലാഹ്, അള്ളാഹിനെ തൊട്ട് പേടിച്ചു വെച്ചു. ഫഇന്ന ഉംറക്കല്ലദീ കാന റഅസ മാലിക, നിന്റെ മൂലധനമായിരുന്ന നിന്റെ ആയുസ് മുഴുക്കയും ഖദിൻഖളാ ഫിന്നാരി വദ്ദുഖാനി, പുകയിലും തീയിലൊക്കെ കഴിഞ്ഞുപോയി. അതുകൊണ്ട് മോനെ, വഅഗ്ളബത അല്ലാഹു തആല അലൈക, അല്ലാഹു തആല നിന്നോട് ദേഷ്യം പിടിച്ചിട്ടുണ്ട്. നീ അല്ലാഹുവിനെ നിന്റെ മേൽ ദേഷ്യം പിടിപ്പിക്കുന്ന ആളുമാക്കി. വമാ അമിൽത ബിരില്ലാഹി വസ്റൻ, അള്ളാഹിന്റെ റിള അനുസരിച്ചൊന്നും എനിക്ക് ചെയ്തിട്ടുമില്ല. അതുകൊണ്ട് ഫൽ യൗമു യൗമുൻ നദമി വത്തൗബത്തി വൽ ഇസ്ലാം, മോനെ ഇത് നല്ല ദിവസമാണ്, വേണമെങ്കിൽ ഖേദിച്ചോ, തൗബ ചെയ്തോ, മുസ്ലിം ആയിക്കോ, വൽ ഇസ്തിഗ്ഫാർ, പൊറുക്കലിനെ ചോദിച്ചു. അസല്ലാഹു യതൂബ അലൈക വയർഹമക, അള്ളാഹു നിനക്ക് തൗബ ചെയ്തു നിനക്ക് കരുണയും ചെയ്തു. അപ്പം ഈ യഹൂദിയായ ഈ മജൂസിയായ മനുഷ്യൻ പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട എപ്പോഴും മനസ്സിലായി. ഖാലൽ മജൂസി യംനഉനി അനിൽ ഇസ്ലാമി സലാദത്തു അശ്യ, 3 കാര്യം എന്നെ തടയുന്നുണ്ട് മുസ്ലിമീങ്ങളുടെ ഇസ്ലാമിനെ തൊട്ട് 3 കാര്യം എന്നെ തടയുന്നു, അതുകൊണ്ടാണ് ഞാൻ മുസ്ലിം ആവാത്തിയെന്ന് പറഞ്ഞു. അതെന്തോ 3 കാര്യം എന്നെ തടയുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലല്ലോ മോനെ. അല്ല പോലും അന്ന അകലൽ ഇസ്ലാം, ഇസ്ലാമിന്റെ അകലുകാർ മുഴുക്കയും യദുമ്മൂന ദുന്യ ലൈലം വനഹാൻ, രാവും പകലെന്നില്ല, എപ്പോഴും ദുനിയാവിനെ അവരെന്ത് ചെയ്യും, രമ്യയും, എപ്പോഴും ദുനിയാവിനെ കുറ്റം പറഞ്ഞു നടക്കും. മനസ്സിലായോ? എന്നാലോ എങ്ങനെയെങ്കിലും ദുനിയാവ് ഉണ്ടാക്കാൻ വേണ്ടി അവന്മാര് തുനിയും ചെയ്യും. തുമ്മ യത്ലുബൂനഹാ സിർറൻ വജഹ്റൻ, വേണ്ട പരസ്യമായിട്ടും രഹസ്യമായിട്ടും കള്ളം കാണിച്ചിട്ടും അല്ലാതെ എങ്ങനെയൊക്കെ സംഗതി. ഇസ്ലാം മുസ്ലിമീങ്ങളോട് എനിക്ക് ഭയങ്കര വിഷയം. ഇസ്ലാമിനെ ഞാൻ വെറുക്കുന്ന കാര്യം 3. ഒന്ന്, ഇസ്ലാമിന്റെ അകലുകാർ ദുനിയാവ് വേണ്ട, അങ്ങനെയാണ് ഇങ്ങനെയാണ് ദുനിയാവ്, ദുനിയാവിനെ പറ്റി അങ്ങ് ചീത്ത പറച്ചിലും ബഹളോ, എന്നാലോ ദുനിയാവിനെ കെട്ടിപ്പിടിക്കുകയും ചെയ്യും. അതതിന്റെ അർത്ഥം. അതുകൊണ്ട് ഹസനെ ഞാൻ ഈ മുസ്ലിം ആവാത്തെന്നൊക്കെ പറഞ്ഞു. മാഷാ അല്ലാഹ്, അള്ളാഹു കാക്കട്ടെ.
അസാനി രണ്ടാമത്തത് അന്നവും യഖൂലൂന വയഅലമൂന അവർ മനസ്സിലാക്കുന്നു പറയുന്നു മരണം ഹക്ക് തന്നെയാണ്. പക്ഷെ മരണത്തിന് വേണ്ടി മുസ്ലിമീങ്ങളൊന്നും തയ്യാറാവുന്നില്ല. പിന്നെങ്ങനെ ثم لا يتهيئون له ولا يعدون أسبابه മരണത്തിന് വേണ്ടി തയ്യാറാകുന്നില്ല, അതിന് വേണ്ടി ഒരുക്കുകൾ കൂട്ടുന്നില്ല. യാത്ര പോകേണ്ടുള്ളവരല്ലേ, യാത്രാ ഫീസ് ഉണ്ടാക്കണ്ട. ഗർഭാശയം വിട്ടത് മുതൽ സഫറാണ്. അടുത്തുള്ള ഖബറും അടുത്തുള്ള വീടും അങ്ങനല്ലേ. ഗർഭാശയം വിട്ടത് മുതൽ സഫറാണ്. അടുത്തുള്ള ക്യാമ്പും സോദരാ ഖബറാണ്. മരണമുണ്ട്, അങ്ങനാണ് ഇങ്ങനാണ്. ഓ എന്താണ് എന്നാ പിന്നെ മരണത്തിന് വേണ്ടി അവർ തയ്യാറാവുന്നോ? അതുമില്ല. അതുകൊണ്ടാണ് ഞാൻ മുസ്ലിം ആവാത്തത്. മാഷാ അല്ലാഹ്, നല്ല രസമുള്ള ചരിത്രം എന്തായാലും. ഇനി ബാക്കി മൂന്നാമത്തെ കാര്യമൊക്കെ ഉണ്ട്.